എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. മയക്കുമരുന്ന് എന്ന മഹാവിപത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭാവിയിലേക്ക് പുതുതലമുറയെ നയിക്കുന്ന യഥാർത്ഥ ഹീറോകളാവാം നമുക്ക്. ലഹരിയുടെ തീക്കനൽ വീണ് വരണ്ടു പോവാൻ ഒരു ജീവിതത്തെയും അനുവദിക്കില്ല നമ്മൾ. നമുക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ബി എ ഹീറോ. നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ വേണുഗോപാൽ ജി കുറുപ്പ്, സോണൽ ഡയറക്ടർ NCB, ശ്രീ മേജർ രവി, ഗിരിജ ബി നായർ, യോഗ തെറാപ്പിസ്റ്റ് ആൻഡ് ഇൻസ്ട്രക്ടർ, ഡോക്ടർ ടെസ്സി, IIT പാലക്കാട്, മാധ്യമ സുഹൃത്തുക്കളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അനുജന്മാരെ, അനുജത്തികളെ. Be a hero, say no to drugs. മിസ്റ്റർ മേജർ രവിയും വേണുഗോപാൽ സാറൊക്കെ നിങ്ങളോട് സംസാരിച്ചു. ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ലോകം മുഴുവൻ യോഗാ ദിനം ആചരിക്കുന്ന ഇന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റൊരു ചുവടുവെപ്പ് കൂടി നടത്തുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറെ വർഷങ്ങളായി കേരളത്തിന് അകത്തും പുറത്തും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ആരോഗ്യ, വിദ്യാഭ്യാസ, പാരിസ്ഥിതിക മേഖലകളിൽ കൈത്താങ്ങായി നിലകൊള്ളുകയും ചെയ്യുന്ന പ്രസ്ഥാനമായി വിശ്വശാന്തി ഫൗണ്ടേഷൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്ന നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും നിരന്തരമായ സഹകരണവും സ്നേഹവുമാണ് ഫൗണ്ടേഷൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ. ആരോഗ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്ന എളിയ ദൗത്യമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിച്ചു നിന്നാൽ ഒരുപാട് കണ്ണീരുകൾ ഒപ്പാൻ സാധിക്കും എന്ന അനുഭവങ്ങളിലൂടെ നാം തിരിച്ചറിഞ്ഞു. സമൂഹ മനസാക്ഷിയുടെ കണ്ണ് നനയിക്കുന്ന ഒരു വലിയ വിപത്തിനെതിരെ പോരാടാൻ നാം ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ യുവത്വത്തിൻ്റെ ഉണർവിനെ കെടുത്താൻ, അതുവഴി അവരുടെ ഭാവിയും സമാധാനവും കുടുംബത്തിൻ്റെ സ്വസ്ഥതയും നാടിൻ്റെ നാളെയും തകർക്കാൻ മയക്കുമരുന്ന് എന്ന മഹാവിപത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരകളെയാണ് ഈ വിപത്തിന് ആവശ്യം. ഇരകളായി തീരുക എന്നത് കീഴടങ്ങലാണെന്ന് നാം ഓർക്കണം. ഉണർന്ന് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കേണ്ട യുവത്വത്തെ ഇരകളാക്കി മയക്കിക്കിടത്താൻ അനുവദിച്ചുകൂടാ. നാം ഓരോരുത്തരും മനുഷ്യ രക്ഷകരാകുന്ന സൂപ്പർ ഹീറോകളാവേണ്ട സമയമാണിത്. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും വ്യാപനത്തിനും തടയിടാൻ വിശ്വശാന്തി ഫൗണ്ടേഷൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുമായി ചേർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബി എ ഹീറോ എന്ന വലിയൊരു ക്യാമ്പയിന് തുടക്കമിടുകയാണ്. ഈ പോരാട്ടത്തിൽ നാം ഓരോരുത്തരും ഹീറോകളാണ്. നാടിൻ്റെ രക്ഷകരാകുന്ന ഹീറോകളായി നമുക്ക് മാറണം. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെയും വ്യാപനത്തെയും തടയാനായി നമുക്ക് നിലകൊള്ളാം. നല്ല ഭാവിയിലേക്ക് പുതുതലമുറയെ നയിക്കുന്ന യഥാർത്ഥ ഹീറോകളാവാം നമുക്ക്. ഈ മഹാദൗത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണം. നമുക്കൊന്നിച്ച് ഈ നാടിനെ ലഹരി മുക്തമാക്കണം. ഈ ദൗത്യം തുടങ്ങാൻ യോഗാ ദിനം തന്നെ തിരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ട്. മനോനിയന്ത്രണം ആണല്ലോ യോഗയുടെ സത്ത്. യോഗ എന്നാൽ നമ്മുടെ മാനസിക വ്യാപാരങ്ങളെയെല്ലാം നിരോധിക്കലാണ്. പല വിധങ്ങളായുള്ള മാനസിക വ്യാപാരങ്ങളെ നിരോധിക്കുമ്പോൾ മനസ്സ് ശൂന്യമാകുന്നു, ഏകാഗ്രമാകുന്നു. അത്തരം ഒരു മനസ്സ് ധ്യാനത്തിന് പാകമാകുന്നു. ധ്യാനം മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു. ശാന്തി ആരോഗ്യം പകരുന്നു. ഏകാഗ്രമായ മനസ്സാണ് എല്ലാ അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നത്.
എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം അല്പനേരത്തേക്കെങ്കിലും മനസ്സിനെ ഏകാഗ്രമാക്കുകയും നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാനും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഹിമാലയത്തിലും മറ്റുമുള്ള സന്യാസിമാർ ഏകാന്തതയിലൂടെയാണ് തങ്ങളുടെ ഏകാഗ്രതയെ പരിപോഷിപ്പിച്ചെടുക്കുന്നത്. എന്നാൽ നാം ജീവിക്കുന്ന ഏറെ ബഹളമായ ലോകത്താണ്. നമ്മുടെ ജീവിതവും ഏറെ തിരക്ക് പിടിച്ചതാണ്. പല വിധങ്ങളായ പിരിമുറുക്കങ്ങളിൽ നിന്നും യോഗ നമ്മെ മോചിപ്പിച്ച് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ശ്വസന നിയന്ത്രണ കലയിലൂടെ ശരീരത്തിൻ്റെ താളത്തെ ശാന്തമാക്കുന്നു. നമ്മുടെ ശിരാപടലങ്ങളെ സ്വാന്തനപ്പെടുത്തുന്നു. നമ്മുടെ ശരീരം ഒരു ആരാധനാലയമാണ്. ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. ബോഡി ഈസ് എ ടെമ്പിൾ. അതിനെ ആദരവോടെയും സ്നേഹത്തോടെയുമാണ് നാം കാണേണ്ടത്. ശരീരം നന്നായി സൂക്ഷിക്കാനാണല്ലോ നമ്മൾ ജിമ്മിൽ പോകുന്നതും വ്യായാമം ചെയ്യുന്നതുമെല്ലാം. ശരീരത്തെ ആരോഗ്യത്തോടെ ദുർമേധസ്സില്ലാതെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അതുപോലെ തന്നെയോ അതിലേറെയോ പ്രധാനമാണ് മനസ്സിനെ ശുദ്ധിയോടെയും വൃത്തിയോടെയും ആരോഗ്യകരമായി സൂക്ഷിക്കുക എന്നത്. ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമായുള്ളൊരു മനസ്സുണ്ടാവൂ. ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ ശാരീരിക ആരോഗ്യമുണ്ടാവൂ. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് രണ്ടിനെയും നശിപ്പിക്കുന്നതാണ് ഈ ലഹരിയുടെ ലോകം. നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികളും യുവാക്കളും യുവതികളും ഇന്ന് ഇത്തരത്തിലുള്ള ലഹരിയുടെ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മനസ്സും ശരീരവും തകർന്നു കഴിഞ്ഞു. സുന്ദരമായ ഈ ജീവിതത്തിൻ്റെ വൃത്തത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം അവർ നശിപ്പിച്ചു. യോഗയിലൂടെ മനസ്സിനെയും ശരീരത്തെയും സൂക്ഷ്മമായി അറിഞ്ഞവർ ഇത്തരത്തിൽ ശരീരത്തെയും മനസ്സിനെയും തകർക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഗ പകരുന്ന ശാന്തിയിലൂടെ ജീവിതത്തെ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കും. ഈ ശരീരത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ശരീരം ഉപയോഗിച്ച് ഈ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വസന്തമായിരിക്കും. ഓരോ ജീവിതവും സന്തോഷത്തിൻ്റെ പൂക്കൾ വിടർന്ന വസന്തങ്ങളായി മാറട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നവും ലക്ഷ്യവും. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. ലഹരിയുടെ തീക്കനൽ വീണ് വരണ്ടു പോവാൻ ഒരു ജീവിതത്തെയും അനുവദിക്കില്ല നമ്മൾ. അതിനെതിരെ പോരാടുന്ന ഹീറോകളായി മാറുമെന്ന് ഈ നിമിഷം നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ബി എ ഹീറോ. നമുക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ബി എ ഹീറോ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ബി എ ഹീറോ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.